തകർന്ന റോഡിലൂടെയുള്ള യാത്ര ഇത്തിരി ദുഷ്കരമാണ്. ഇത്തവണ ട്രെയിനിൽ കയറി ഓണം ആഘോഷിച്ചു മാവേലി. ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുമുള്ള റോഡുകളിൽ ഗതാഗത കുരുക്ക് മൂലം യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് മാവേലിയുടെ ട്രെയിൻ യാത്ര. ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലെ യാത്രക്കാരുടെ കൂട്ടായ്മ ഇത്തവണ ട്രെയിനിൽ അതിഗംഭീര ഓണാഘോഷമാണ് സംഘടിപ്പിച്ചത്. മാവേലി എന്താ ഇവിടെ നിൽക്കണേ? എൻ്റെ ഗുരുവായൂരിൽ കുറച്ച് പ്രജകള് നമ്മുടെ ട്രെയിനിൽ ഓണാഘോഷത്തിന് വേണ്ടി കയറി വരുന്നുണ്ട്. അപ്പൊ അവരെ സന്ദർശിക്കണം, അവരുടെ കൂടെ അങ്ങനെ എറണാകുളം വരെ പോകണം. ഈ ട്രെയിനിലെ സ്ഥിരം പാസഞ്ചേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഓണാഘോഷമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ട്രെയിനിൽ എല്ലാവരും ഒരു ഒത്തുചേരുന്ന ഒരു ഇടം കൂടിയാണ്. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഇവരൊക്കെ ഓണം വൈബിലാണ്. ചേട്ടാ, ഓണം വൈബൊക്കെ എന്തായി? അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ഓണാഘോഷങ്ങൾ. ഞങ്ങൾ ഗുരുവായൂർ പാസഞ്ചർ അസോസിയേഷൻ എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് പാസഞ്ചർ ഓണം ഞങ്ങൾ ട്രെയിനിൽ നടത്താറുണ്ട്. പഴക്കൊലേക്ക് ഉണ്ടല്ലേ? അവലി എന്താ ഈ പ്രജകളൊക്കെ കണ്ട് എങ്ങനെയുണ്ട്? പ്രജകളൊക്കെ സന്ദർശിച്ചു. ഞങ്ങള് ഇപ്രാവശ്യം എല്ലാ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഗുരുവായൂരിൽ വരുന്ന ട്രെയിനിലാണ് നമ്മൾ ഓണാഘോഷം. കാരണം റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ വളരെ മോശാവസ്ഥയിലാണ് മഴ പെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിലാണ് നമ്മുടെ സ്ഥിരം യാത്ര. ജീവിതത്തിന്റെ 6 മണിക്കൂറും ട്രെയിനിലാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. ഗംഭീര ഓണാഘോഷം തന്നെയാണല്ലേ പിന്നെ ഗംഭീരം. ഈ മാവേലി നല്ലൊരു പാട്ടുകാരനും കൂടിയാണെന്ന് കേട്ടു. ഒരു ഓണപ്പാട്ട് പാടിയാലോ മാവേലി? ഓണപ്പാട്ട് പാടാം. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ മാറിയ പൂവനിൽ ഇത്തിരി പാർച്ചുരത്താൻ ഉത്രാടപ്പൂനിലാവേവാ. ഓണക്കായില്ലേ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ട്രെയിനിൽ ഉണ്ടാവാറുണ്ടോ? പോവാറുണ്ടല്ലേ? എങ്ങനെയാണ് ഈ ട്രെയിനില് ഒരു കൂട്ടായ്മയും മറ്റു കാര്യങ്ങളൊക്കെ? നല്ലതാണ്, കുഴപ്പമില്ല, യാത്രയൊക്കെ നല്ലതാണ്. പായസം കൊടുത്തോണ്ട് പാസഞ്ചർ ഓണത്തിന്റെ സെലിബ്രേഷൻ നടക്കാൻ തന്ന പായസല്ലേ? പഴമൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം വാഴക്കൊലയായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് എത്ര പേരുണ്ടാവും ഇതില്? ഞങ്ങള് ഒരു 10-50 പേരുണ്ടാവും. രാവിലെയും വൈകിട്ടൊക്കെ ഒരുമിച്ച് തന്നെയാണ്. ഞാൻ ഗുരുവായൂർ വരും, എല്ലാ മാസത്തിൽ 1-2 പ്രാവശ്യം വരും. അങ്ങനെ ഇവരെ പരിചയപ്പെട്ടാണ്. അങ്ങനെ അവര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷവും ഞങ്ങളെ വിളിച്ചായിരുന്നു, ഞങ്ങൾ വന്നു. ആട്ടവും പാട്ടും പായസ വിതരണവും എല്ലാമായി ഓണാഘോഷം തകർക്കുകയാണ് ഗുരുവായൂർ പാസഞ്ചറിൽ. മാവേലിയും സംഘവും യാത്ര തുടരുകയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.